പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം 2026 7-ാം മാസം ഞങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബമായി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും കൂടെയിരുന്നു. നിങ്ങളുടെ ആഴമേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു, വിടലായിരുന്നു, സമാധാനമായിരുന്നു. യാത്രയിലുടനീളം ദൈവിക സ്വസ്ഥത അനുഭവിക്കാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രത്യേകിച്ച് ആഹാരമൊക്കെ പുറത്തുനിന്നൊക്കെ ഒത്തിരി കഴിച്ചു. ഒരു പ്രയാസം ഉണ്ടാകാതെ ദൈവം, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയണം, ഹല്ലേലൂയ, ദൈവം എന്നെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ കൃപ, ഹല്ലേലൂയ, ദൈവം നടത്തിയതിനാ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവയുടെ കൃപ നമ്മുടെ മേലില്ലായിരുന്നുവെങ്കിൽ നമ്മൾ നശിച്ചു പോകുമായിരുന്നു. ആമേൻ. ആരംഭം തൊട്ട് നമ്മളിന്ന് പറയുന്നത് കൃപയാലാണെല്ലാം. ഹല്ലേലൂയ. കൃപയാലാണ് കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഗ്രാജുവേഷനുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ, ദൈവം മാന്യതയോടെ ഓണർഷിപ്പോടുകൂടി അവനെ ഗ്രാജുവേറ്റ് ചെയ്ത് 1ാം റാങ്കോടുകൂടി തന്നെ ആമേൻ പുറത്തു വരുവാൻ സ്വർഗം അവനെ സഹായിച്ചു. 2020 ഹല്ലേലൂയ, ആമേൻ, മോനെ വിടുമ്പോൾ അവന് ചാൾസ് യൂണിവേഴ്സിറ്റിയിൽ ചെക്ക് പബ്ലിക്കിൽ അഡ്മിഷൻ കിട്ടിയതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസാണ് ലിത്വേനിയയിലോട്ട് വിടാനായിട്ട്. ഹല്ലേലൂയ. ആമേൻ. അതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഒത്തിരി പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവെല്ലാം ഇവിടെ കൃപയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ കൊടുത്തു. ഞങ്ങൾക്ക് ആ ചർച്ചിനോടൊപ്പം ആരാധിപ്പാൻ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മളെ ജയോത്സവമായി നടത്തുന്ന സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു മെസ്സേജ് തന്നു. എൻ്റെ മെസ്സേജിൻ്റെ 3/4 ഭാഗം എടുത്തു. ഹല്ലേലൂയ. ഞാൻ ഇവിടുന്ന് ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇനി എന്തോ പറയും, പരിശുദ്ധാത്മാവെ ഗൈഡ് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നെന്ന് ഉറപ്പുള്ള ഒരാമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറ, എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ എന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഏത് സാഹചര്യത്തിനകത്തും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ഒരു ദൈവത്തെയാ ഞാൻ ഈ ആയുസ്സിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ധൈര്യത്തോട് പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഉയർത്തപ്പെട്ടവനായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സാക്ഷാൽ സർവശക്തനായ ദൈവം നമ്മുടെ നടുവിൽ ഉലാവുന്നുണ്ട്. അതും തിരിച്ചറിയുന്ന ദൈവമൊക്കെക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ കൃപയാൽ പൗലോസിൻ്റെ മിഷണറി യാത്രയ്ക്കകത്ത് പല സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യാൻ, യൂറോപ്പിലെ ഹല്ലേലൂയ, സ്പെയിൻ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യുവാൻ, വിവിധ സാഹചര്യങ്ങളിൽ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുക്കി തരുന്ന അനുഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പൗലോസിനെ കാരാഗ്രഹത്തിലിട്ടിരിക്കുന്ന ആ പ്രസന്റ് അവിടെ പോയി നിന്നപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നോബിളിനെ ഓർത്തത്. ഹല്ലേലൂയ. നോബിളിൻ്റെ മിക്ക മെസ്സേജിനകത്തും കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യമായിട്ട് നോബിളെ നിന്നെ ഞാൻ ഓർത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകത്തിന് ആമേൻ ഉള്ളറയ്ക്കകത്തിട്ടു. ഹല്ലേലൂയ. ആ ഉള്ളറയ്ക്കകത്തിട്ടത് പോയി കാണാൻ ദൈവകൃപയാൽ തന്നു. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ അവിടെ നിന്നപ്പോൾ ഒരു അസാധാരണമായ ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ തുരിയാലെ ഹല്ലേലൂയ, ലുദിയയുടെ ഹൃദയം തുറന്ന് ആ സ്ഥലത്ത് പോയി നിന്നപ്പോഴും പ്രത്യേകമായ ഒരു അനുഭവം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയർ ചർച്ച് ഞങ്ങൾക്ക് പോയിരുന്നു. അവിടെ അത് ചർച്ചായിട്ടൊന്നുമില്ല, ഒരു ഇതായിട്ട് അവിടെ വിട്ടിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അവിടെയും പോയി ദൈവത്തെ ഞങ്ങൾക്ക് അല്പം നിമിഷം ഇരുന്ന് സ്തുതിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ലഭിക്കപ്പെടുന്ന എല്ലാ നല്ല ഓപ്പർച്യൂണിറ്റീസിനും എൻ്റെ സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പൗലോസിന് ഈ ബൈബിൾ സത്യമാണ്. ഹല്ലേലൂയ. ഇതിനകത്തെ ചരിത്രങ്ങൾ സത്യമാണ്. ഹല്ലേലൂയ. ഇത് ഹിസ്റ്ററിക്കൽ ഉള്ളതാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ജീവിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇതിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാനൊക്കെ കേരളത്തിൽ ഒരു കോർണഭാഗത്ത് ജനിച്ചു വളർന്നതാണ്. ആമേൻ. അന്നൊക്കെ ഇത് വായിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് എനിക്ക് വിശ്വാസത്തോടും ആമേൻ എനിക്ക് തുറന്നു ഹൃദയത്തോടും പറയാൻ പറ്റും, ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല. ക്രിസ്തു ഉയർത്തപ്പെട്ടത് കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തപ്പെടുന്നേറ്റ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഈ പ്രസംഗം ഹല്ലേലൂയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന പ്രസംഗമാണ്. ആമേൻ. ഈ പ്രസംഗം ജീവിതത്തെ കർത്താവിലേക്കും ദൈവരാജ്യത്തിലേക്കും എത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല, സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ആ ഒരുക്കത്തോടെ പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. ഒരു വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 16 അധ്യായം അതിന്റെ 9 വാക്യം. ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ ഒരു പ്രസ്താവനയാണ്. ഹല്ലേലൂയ. ജീസസ്. 1 കൊരിന്ത്യർ. യെസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പൗലോസിൻ്റെ മിഷണറി യാത്രയ്ക്കകത്ത് താൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് പറയാനുള്ളത്, എൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വാതിലിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വാതിലിനകത്തൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എതിരാളികൾ ഒത്തിരി ഉണ്ട്. എന്തിനുള്ള വാതിലാണ് എനിക്ക് തുറന്നിരിക്കുന്നതെന്ന് അറിയാമോ? യേശു തന്നെ, ക്രിസ്തു എന്ന് തെളിയിക്കുന്ന വാതിലാണ് എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്നത്. അത് രാജ്യങ്ങളെ പിടിക്കാനുള്ള വാതിലാണ്, അത് ദേശങ്ങളെ പിടിക്കാനുള്ള വാതിലാണ്, അത് ജാതികളെ പിടിക്കാനുള്ള വാതിലാണ്. അതാണ് എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ യേശുവിനെ എല്ലാവർക്കും അറിയാം, അല്ലേ? ഹല്ലേലൂയ. ആമേൻ. എന്നാൽ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ ആമേൻ ഒരു റെവലേഷൻ കിട്ടുകയാണ് ഇന്നത്തെ പൽക്കാലം. നമ്മുടെ ജീവിതത്തിനകത്തും എവിടെയൊക്കെയോ മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം അത് ചടകുടഞ്ഞ് എഴുന്നേക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ പലതുണ്ട്. ജീവിതത്തിനകത്ത് എതിരാളികളെ മാറ്റിവെച്ചിട്ട് ക്രിസ്തീയ ജീവിതം നയിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മിഷണറി യാത്രയ്ക്കകത്ത് ഒരു രാജ്യത്തെ പിടിക്കാൻ നടന്നപ്പോൾ ഞങ്ങൾ ഓർക്കും, ഇന്ന് ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോകാനായിട്ട്. ആ അഭിഷക്തൻ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. എത്രയോ മൈലുകൾ നടന്നു താണ്ടിയാണ് ആ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ആമെ തണുപ്പ് ശീതകാലത്തും ആമെ തണുപ്പിൻ്റെ ആമെ വസ്ത്രങ്ങൾ ധരിച്ച് ആമെ സുവിശേഷത്തിൻ്റെ ഒരു ദർശനത്തിന് വേണ്ടി ഓടിയത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കംഫോർട്ട് സോണിലാണ്. നമ്മൾ ഇന്നും തൃപ്തി അടഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ ഇന്നും നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റിവെക്കാതെ ഹല്ലേലൂയ എപ്പോഴും ദൈവസന്നിധി വരുന്നത് എന്തൊക്കെയോ പ്രാപിക്കണം. എന്തുവാ പ്രാപിക്കേണ്ടത്? ഈ ലോകത്തിലേക്കുള്ള ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ പൗലോസിനും ഇല്ലായിരുന്നു, ആ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞു, എനിക്ക് നേടുന്നതല്ല, എനിക്ക് ലേഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി ആമൻ എങ്ങനെയെങ്കിലും ആമൻ ഒരുവനെയെങ്കിലും നേടാമോ എന്നുള്ള ലക്ഷ്യത്തോട് ഞാൻ മൃഗയുദ്ധം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൽക്കാലം ചിലരുടെ ഹൃദയത്തിനകത്തെങ്കിലും സുവിശേഷത്തിന്റെ ചില ദ്വീപുകൾ കത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ. നീ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച്, നീ വിളിക്കപ്പെട്ട വിളിക്കനുസരിച്ച് ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ. ഹല്ലേലൂയ. 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 സുവിശേഷം പ്രസംഗിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആമേൻ. നാം അറിയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ദൈവികമായത് പ്രാപിച്ചെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിനകത്ത് കാത്തിരിപ്പുകൾ ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നത് ആമേൻ, ഈ വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് ഓടിയെത്തുന്നത് എന്തുവാ? ഭൗതിക വാതിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, വചനം പറയാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. അത് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. അത് നീ ചെയ്ത് കഴിയുമ്പോൾ ആമേൻ, ഞാൻ നിനക്ക് വേണ്ടിയുള്ള ചെയ്തു തരാം. ഹല്ലേലൂയ. അതാണ് മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 16 വാക്യത്തിനകത്തേക്ക്. ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മത്തായിയുടെ യേശുവിനോട് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ.
യേശു പറയുകയാണ് ഹല്ലേലൂയ, യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്. ഒത്തിരി പേര് നടക്കുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി പേര് തങ്ങൾക്ക് വരുന്നത് രോഗസൗഖ്യം കിട്ടാനാണ്, തങ്ങൾക്ക് കുറേ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. ശിഷ്യന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടവും അവർ യേശുവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും അവരും കണ്ടവരാണ്. പക്ഷെ അവരാരും ഹല്ലേലൂയ ഈ വെളിപ്പാട് പ്രാപിച്ചില്ല. ഹല്ലേലൂയ. ഈ വെളിപ്പാട് അവർ പ്രാപിച്ചില്ല. ഹല്ലേലൂയ. ഒരുവൻ ഒരു വെളിപ്പാട് പ്രാപിച്ചപ്പം ദൈവം അവനെ നോക്കി പറയാം, യു ആർ ലക്കി. ഹല്ലേലൂയ. നീ ലക്കിയാ. ഹല്ലേലൂയ. നിന്റെ അകത്ത് ഒരാൾ വെളിപ്പാട് തന്നിട്ടുണ്ട്. അത് നിനക്കൊരിക്കൽ നീ നടക്കുന്ന ജഡരക്തത്തിനകത്ത് നിനക്കിത് വെളിപ്പാട് പ്രാപിക്കാൻ പറ്റത്തില്ല. മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ലെങ്കിൽ ആത്മീകമായി ഇത് പ്രാപിക്കണമെങ്കിൽ നാമോ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിച്ചവരാണെന്നുള്ള ദൈവത്തോട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. നീ ഭാഗ്യവാൻ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്റെ മേലൊരു ദൗത്യം ഇടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൗത്യത്തിനകത്ത് ഹല്ലേലൂയ ആദ്യം എൻ്റെ ദൗത്യം ഏൽപ്പിക്കും. ഹല്ലേലൂയ. അതാണ് മുമ്പേ എൻ്റെ രാജ്യവും വിധിയും അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. ആദ്യം എൻ്റെ ദൗത്യം ഏൽപ്പിക്കും, പിന്നെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആദ്യം എൻ്റെ ദൗത്യം എന്തുവാണ്? നീ ഒരു പാറക്കഷ്ണമാ. ഹല്ലേലൂയ. നിന്നെ എനിക്കറിയാം. ഹല്ലേലൂയ. നീ ആടുലയുന്നവൻ എനിക്കറിയാം. പക്ഷേ I am going to build your church. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചർച്ച് പണിയാൻ ആമേൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആമേൻ. തെരഞ്ഞെടുപ്പിനകത്തേക്ക് ഞാൻ നിന്നെ പിടിച്ചു കയറ്റുക. കാരണം എന്ത് പറ്റി? നിന്റെ മേലെ വെളിപ്പാട് വീണു. ഇന്ന് പൽക്കാലം വെളിപ്പാട് വീണ ദൈവത്തിന്റെ ജനമേ, വെളിപ്പാട് വീണവൻ അടങ്ങിയിരിക്കത്തില്ല. ഹല്ലേലൂയ. അവന്റെ ദൗത്യം സ്വർഗരാജ്യം സംബന്ധിച്ചായിരിക്കും. ഹല്ലേലൂയ. നീ വെളിപ്പാട് പിടിച്ചവനെ അകത്തേക്ക് കേട്ടിട്ട് പറയുക, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഞാൻ നിന്റെ സഭയെ പണിയാൻ ഒന്നാമനായിട്ട് ഹല്ലേലൂയ ഞാൻ നിന്റെ മേൽ അധികാരം കൈമാറ്റം നടത്താൻ പോകുക. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങളെ ഇപ്പോൾ നീ കാണുന്ന ഒന്നിനും ഇനി വരുവാനുള്ള ഒന്നിനും നിന്റെ മേൽ ജയിക്കാതെ വേണം ഒരധികാരം ഞാൻ നിന്റെ മേൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ പണി തുടങ്ങാൻ പോകുകയാണ് പത്രോസേ. ഹല്ലേലൂയ. ദൈവം പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വെളിപ്പാടുകൾ മാറാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരുവൻ ദൈവത്തിന്റെ ട്രാക്കിലേക്ക് വന്ന് വീണ് കഴിയുമ്പോൾ അവന്റെ മേലുള്ള ദൈവിക വെളിപ്പാടുകൾ മാറാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണല്ലോ തന്റെ ജീവിതത്തിനകത്ത് എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. തന്നെ ചുറ്റി നിന്ന വെളിപ്പാമ്പൻ അവൻ ദമസ്കോസിൽ നിന്ന് കടന്നു വരുമ്പോൾ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വെളിച്ചം വീശി പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു തീ വീണു, മിന്നൽ വീണു. ഹല്ലേലൂയ. ആമേൻ. യെസ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെസ്. മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെൻ്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ദൂത് ധരിക്കുന്നതുകൊണ്ട് ഞാൻ പറയണം. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ ജീവിതയാത്രയ്ക്കകത്ത് ഹല്ലേലൂയ യേശുവിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഈ ദൈവരാജ്യം സംബന്ധിച്ചു ആമേൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒതുക്കിക്കളയുവാൻ താൻ പഠിച്ചിരിക്കുന്ന പ്രമാണത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവൻ ഫുൾ അധികാരത്തോട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ എൻകൗണ്ടർ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ തന്റെ ജ്ഞാനത്തെ ഉടച്ചു കളഞ്ഞു, തന്റെ പദവികളെ ഉടച്ചു കളഞ്ഞു, താൻ പഠിച്ചതിനെ ഉടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതിനെന്ത് ദൈവം എന്ത് ചെയ്തു? അവന് കണ്ണിന് തിമിരം കൊടുത്തു. ഇന്ന് പാൽക്കാലം ചില ഉടവിന് വേണ്ടി ദൈവിക ട്രാക്കിലേക്ക് തിരിക്കാൻ വേണ്ടി ചില തിമിരങ്ങൾ, ചില സന്ധികൾ, ചില പ്രതിസന്ധികൾ നിന്റെ ആമേൻ പിടിച്ചിടേണ്ട ട്രാക്കിലേക്ക് പിടിച്ചിടാനാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആമേൻ ദൈവത്തെ സ്തുതിച്ച് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ സഭയെ ഉപദ്രവിക്കാനുള്ള എല്ലാ റൈറ്റ്സും കൊണ്ടാണ് പുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാ. ദൈവത്തിന്റെ കൈക്കീഴ് താണിരിക്കുന്നതാണ് നല്ലത്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അവൻ ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഈ ആയുസ്സിൽ ഏത് മനുഷ്യന് മുറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ ഉള്ളൂ എന്ന വിളിക്കനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മേലുള്ള ദൈവിക ദൗത്യം നിറവേറ്റി നമുക്ക് ഇന്ന് കേട്ടതുപോലെ ആമേൻ ലജ്ജിക്കാതെ ഒരു നാൾ പുറപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടം അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പൗലോസ് അതിന്റെ 9-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അവൻ ഹല്ലേലൂയ കാഴ്ച പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന അനന്യാസിന്റെ അടുത്ത് ചെന്നു. പ്രാർത്ഥിക്കുന്ന അനന്യാസിനെ റെസിസ്റ്റ് ചെയ്തു. ഇവനെ എങ്ങനെ വിളിക്കും? ഹല്ലേലൂയ. ഇവൻ സഭയെ മുടിപ്പിക്കാൻ നടക്കുന്നതിന് ഇറങ്ങിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദൈവം പറയും, ഇപ്പോൾ പോകുക. അപ്പോൾ ഹല്ലേലൂയ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പ്രാർത്ഥിക്കുന്ന ജീസസ് ഹല്ലേലൂയ കാത്തിരുന്നു, പ്രാപിച്ചു. കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തന്റെ കൈക്കീഴിൽ പോയി താൻ താണിരുന്നു. ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ശക്തി അവരുടെ മേൽ വരാൻ തുടങ്ങി. വെളിപ്പാടുകൾ മാറാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രസംഗിക്കാൻ തുടങ്ങി. യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു, യേശു തന്നെ എന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ ക്രിസ്തു വന്നിട്ടുണ്ട്. നാം അത് പ്രസംഗിക്കാതിരിക്കുമ്പോൾ, നാം അത് പറയാതിരിക്കുമ്പോൾ ക്രിസ്തു വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നീ ഭാഗ്യവാൻ, എന്റെ ഇഷ്ടത്തിൽ ചെയ്യാൻ തരമാതിരിക്കുക. ഞാൻ എന്താണോ കണ്ടത് അത് നീ റിവീൽ ചെയ്തു പത്രോസേ. ഞാൻ എന്താണോ കണ്ടിരിക്കുന്നത്, ഞാൻ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നത്, അത് നിനക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. ആ റെവലേഷൻ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ കേൾക്കുന്ന ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു റെവലേഷൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ റെവലേഷൻ നീ പ്രാപിച്ചത് കൊണ്ട് ഞാൻ ദൗത്യമേൽപ്പിച്ചു. എന്നിട്ടാ പറഞ്ഞത്, ഇനി നിനക്ക് എതിർക്കാൻ വരുന്നതിനെ നീ ജയിക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ എതിർക്കാൻ വരുന്നതിന് നീ ജയിക്കത്തില്ല. ആമേൻ. എന്നിട്ട് ഹല്ലേലൂയ യേശു പറയാ, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. ഞാൻ നിനക്ക് തരുന്ന ആദ്യമോ ഒന്ന്, നീ എന്നെ വെളിപ്പാട് പ്രാപിച്ചു. 2, ഞാൻ നിന്റെ മേൽ ദൗത്യം ഏൽപ്പിച്ചു. ദൗത്യത്തിലേക്ക് നിന്ന് കഴിയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സറൗണ്ടിങ്സ് ഉണ്ടല്ലോ, അതിലേക്ക് കടത്താൻ നിൽക്കുന്ന ശത്രു ഉണ്ടല്ലോ, എതിരാളികളുണ്ടല്ലോ, അത് നിന്നെ ജയിക്കത്തില്ല. യേശുവിന്റെ നാമത്തില് എതിരാളികൾ ജയിക്കത്തില്ല, സഭയുടെ മേൽ ജയിക്കത്തില്ല, ജനത്തിന്റെ മേൽ ജയിക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എതിരാളികൾ ജയിക്കത്തില്ല. എന്നിട്ട് പറയുക, നീ ഭൂമിയിൽ അഴിക്കുന്നത്. ആ അഭിഷേകം എല്ലാവർക്കും വേണം, പക്ഷെ നിൽക്കണം. ആ അഭിഷേകം കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാ. ഞാൻ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഇത് കോട്ട് ചെയ്യാറുണ്ട്. പാവം യേശു ഹല്ലേലൂയ 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 കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാറുണ്ട്. പക്ഷേ നീ എന്നെങ്കിലും എൻ്റെ ദൗത്യം ചെയ്യുമോ എന്ന് നോക്കി എൻ്റെ അപ്പൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. കൃപയാൽ നീ ഭൂമിയിൽ അഴിക്കുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. എപ്പോൾ നീ എൻ്റെ ദൗത്യം ചെയ്യുമ്പോൾ, എപ്പോൾ നീ എൻ്റെ പ്ലാനിൽ നിൽക്കുമ്പോൾ, എപ്പോൾ നീ എൻ്റെ സഭയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ഇന്ന് പൽക്കാലം തിരിയട്ടെ. ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന് ഞാൻ അതിന്റെ വാതിൽ തുറക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. എതിരാളികൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഏറ്റവും വലിയവനായ ശത്രുവായ എതിരാളിയെ യേശു ക്രൂശിൽ തറച്ചു. യേശു അതിന്മേൽ ജയം കൊണ്ടാടി. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഹല്ലേലൂയ ഞാൻ മരണത്തെ ജയിച്ചു. മരണമേ നിന്റെ ജയമെവിടെ? മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാ. ആരുടെ കയ്യിലിരിക്കുന്നത്? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു അകത്തുള്ളവരുടെ കയ്യിലിരിക്കുന്നത്. നീ ഒരു സാധാരണക്കാരനും കാര്യമല്ല. നീ ആരാണ് തിരിച്ചറിഞ്ഞാൽ ഇന്ന് പൽക്കാലം നീ എഴുന്നേക്കും. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി എഴുന്നേക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ
സുവിശേഷത്തിന്റെ ധർമ്മം ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ദൗത്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്യുന്തോറും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്ത് എങ്ങനെ ഒഴുകും, നിലനിന്നുകൊണ്ടിരിക്കും നമ്മളത് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ്. ഹല്ലേലൂയ. ശൗലോ മേൽക്കുമേൽ കൃപ പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. യേശു തന്നെ ക്രിസ്തു എന്ന തെളിയിച്ച ദമസ്കോസിലെ യഹൂദന്മാരെ മിണ്ടാതെയാക്കി. ചിലതിനെ മിണ്ടാതെയാക്കണമെങ്കിൽ ജീസസിനെ എല്ലാവർക്കും അറിയാം. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ദ കിങ് ഓഫ് കിങ്, ദ ലോർഡ് ഓഫ് ലോർഡ് എന്ന് പ്രൂവ് ചെയ്യാൻ തയ്യാറായാൽ ചിലതിന്റെ വായടയാൻ സ്വർഗത്തിലെ ദൈവം ഇടപെടും. ആമേൻ. നീ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ മതി. നിന്റെ ദൗത്യത്തിനകത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വർഗം അത് ചെയ്യുക തന്നെ ചെയ്യും. ജീസസ്, ഹല്ലേലൂയ. ഇങ്ങനെ പോകുന്ന ഹല്ലേലൂയ. ആമേൻ. ശൗലിന്, ആമേൻ, അല്ലെ പൗലോസിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. തൻ്റെ ഉള്ളിൽ ചൂട് കയറിയിരിക്കുക. ഇതൊന്ന് തെളിയിക്കണം. രാജ്യങ്ങളിൽ സഞ്ചരിച്ച് തെളിയിക്കണം, ദേശങ്ങളിൽ സഞ്ചരിച്ച് തെളിയിക്കണം. ആമൻ. ആ ഓട്ടത്തിനകത്ത് എവിടെയും പോയി എന്തും ചെയ്യാൻ തയ്യാറാകുകയാണ്. ആമൻ. ഏത് തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ താൻ വസിക്കാൻ തയ്യാറാകുകയാണ്. തൻ്റെ കൂടാരപ്പണിയുമായിട്ട് ആമൻ താൻ എവിടെയും പോയി വസിക്കുകയാണ്. എന്തിന്? ഈ ചൂടടയാളം. ഹല്ലേലൂയ. എവിടെ കൂടിയാലും ഒരു വേദി കെട്ടിയാൽ അവിടെ യേശുവിനെ പ്രസന്റ് ചെയ്യും. നാം എത്ര പേര് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമുക്ക് നമ്മുടെ തന്നെ ഒരു അക്കൗണ്ടിലേക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. എൻ്റെ അക്കൗണ്ടിനകത്ത് എത്ര പേരെ ഞാൻ കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പേർ വിളിക്കുന്ന ആളിൽ ഞാൻ എൻ്റെ പേര് കാണുമോ? അവിടേക്ക് ഞാൻ ദൂത് വരാം. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരുണ്ട്. എന്നാൽ ഈ ദൗത്യം പ്രസംഗിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കാനാണ് സഭയെ നമ്മെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഇവിടെ ഹല്ലേലൂയ അങ്ങനെ പോകുമ്പോൾ ഹല്ലേലൂയ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 18-ാം അധ്യായത്തിനകത്ത് നല്ലൊരു ഫാമിലിയെ തനിക്ക് ഞാൻ ഓടിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. നല്ലൊരു ഫാമിലിയെ തനിക്ക് കിട്ടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 24-ാം വാക്യത്തിൽ, 25-ാം വാക്യത്തിൽ അപ്പൊല്ലോസ്. ഹല്ലേലൂയ. അപ്പൊല്ലോസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ 24 വായിക്കുമ്പോൾ യെസ്, ആമേൻ. ഹല്ലേലൂയ. അപ്പൊല്ലോസിനെ കുറിച്ചുള്ള ക്വാളിറ്റീസ് അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. അവൻ കർത്താവിൻ്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനാ. പക്ഷെ അവൻ അറിയാവുന്ന ഒരു നോളജ് എന്തുവാണ്? യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ ഈ ആത്മാവിൽ പക്ഷെ ഭയങ്കര എരിവാ, ഭയങ്കര ദൈവവേല ചെയ്യാൻ ഭയങ്കര എരിവാ. ഹല്ലേലൂയ. ആമേ. പക്ഷെ തൻ്റെ നോളജ് അത്ര മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് കണ്ടോണ്ട് ഇത് കണ്ടപ്പോൾ അവരൊരു ഫാമിലിക്ക് അവിടെ ഭയങ്കര എൻകൗണ്ടർ ഉണ്ടായി. ഹല്ലേലൂയ. അത് അടുത്ത വായിച്ചാട്ടെ. ഹല്ലേലൂയ. യെസ്, തെളിയിച്ചു കൊടുത്തു. ആമേ. അല്ല, അത് ഒരു മിനിറ്റ്. ഹല്ലേലൂയ. അഖിലയും പ്രിസ്കിലയും ഒരു ഫാമിലി. അത് ആരുടെ കൂടെ നടന്നവരാ? പൗലോസിൻ്റെ കൂടെ നടന്നവരാ. ഹല്ലേലൂയ. ആമേ. ഈ പൗലോസ് 1-18 5-ാം വാക്യത്തിലുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തൻ്റെ പ്രസംഗത്തിനകത്ത് ഹല്ലേലൂയ ശിലാസും തീമോഥെയോസും മക്കതോനിയ ഒരു റീജിയനാണ് കേട്ടോ. ഞങ്ങൾ അറിയ തെസ്സലോനിക്കയിൽ എത്തിയപ്പോൾ മക്കതോനിയ എന്ന് പറഞ്ഞൊരു പ്രവിശ്യയാണ്. ഹല്ലേലൂയ. അതവിടെ ലേബൽ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. പറഞ്ഞോ. അതുമാണ് അവിടെ ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ ഈ കുടുംബം അവരുടെ കൂടെ പിന്നെ പൗലോസിൻ്റെ കൂടെ കൂടി. ഈ 18-ാം അധ്യായം നിങ്ങൾ വീണ്ടും വായിച്ചാൽ മതി. അപ്പോൾ ഈ
കുടുംബം കൂടിയപ്പോൾ അവർക്ക് ഈ വചനത്തിനകത്ത് റെവലേഷൻ ലഭിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ആ റെവലേഷൻ ലഭിച്ചത് കൊണ്ട് ആമേൻ അപ്പൊല്ലോസിന്റെ എരിവ് കണ്ടപ്പോൾ ഇവരെ ചേർത്ത് പിടിച്ചു. ദൈവത്തിന്റെ മക്കളെ, ചില എരിവുള്ളത് പുറത്ത് കിടപ്പുണ്ട്, സഭയ്ക്കകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ആമേൻ എന്തൊക്കെയോ തർക്കങ്ങളും വാദങ്ങളും നിങ്ങൾക്ക് ഇത് ഹല്ലേലൂയ ആമേൻ. പത്രോസിന്റെ 2 പത്രോസ് 3-ാം അധ്യായമാണെന്ന് തോന്നി, ഞാനത് എടുക്കുന്നില്ല എങ്കിലും ഹല്ലേലൂയ ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. പിന്നെ റെഫറൻസ് പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ പത്രോസ് പറയുന്നുണ്ട്, പൗലോസ് തൻ്റെ വചനത്തിനകത്ത് ഒത്തിരി പ്രാപിച്ചിട്ടുണ്ട്, പക്ഷെ അത് പലർക്കും ഗ്രഹിക്കാത്തത് കൊണ്ട് അവർ പലരും തർക്കത്തിനും വാദത്തിനും വേണ്ടി എടുത്തിട്ട് അതിനെ ഹല്ലേലൂയ കോട്ടിക്കളയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വചനത്തെ വേണ്ടത് റിവലേഷൻ ചെയ്യാതെ ആമേൻ പലതും തർക്കത്തിനും വാദത്തിനും എടുത്ത് സമയം മെനക്കെടുത്തുന്നവർ നടുവിൽ പോയിരിക്കാതെ ഇവിടെ ഒരു ഫാമിലി എന്ത് ചെയ്തെന്നറിയാമോ? അവർക്ക് വചനത്തിന്റെ യഥാർത്ഥ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? അവർ എരിവുള്ളവനെ ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. അവനെ ചേർത്ത് പിടിച്ചിട്ട് ഹല്ലേലൂയ അവനോട് പറഞ്ഞു ആമേൻ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ സ്പഷ്ടമായിട്ട് ആമേൻ തെളിയിച്ചു കൊടുത്തപ്പോൾ ആമേൻ ആ വ്യക്തി എന്ത് 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവഴുത്തുകൾ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഇന്ന് പൽക്കാലം പലർക്കും ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പ്രസ്താവിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ യേശുവിന് പകരം പകരക്കാരെ വെച്ചുവെന്ന് പല മതങ്ങളും പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എൻ്റെ യേശു ആമേൻ സാക്ഷാൽ മരിച്ചു. അവിടെ കാൽവറിയിൽ മരിച്ചു. പക്ഷെ മരണം കൊണ്ട് തീർന്നില്ല. എൻ്റെ യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഞാൻ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. മരണത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വാദിക്കുന്നവരോട് വാദിക്കാൻ നമുക്ക് പറ്റത്തില്ലെങ്കിലും ദൈവത്തിന്റെ പല നിയമങ്ങളും നമുക്ക് എഗനിസ്റ്റ് ആണെങ്കിലും ദൈവത്തിന്റെ പൈതലേ, നിനക്ക് എരിവുള്ള ചിലത് പുറത്ത് കിടപ്പോട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനോട് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഡെലിവറൻസ് നടക്കും, അവിടെ വിടുതൽ നടക്കും. ഹല്ലേലൂയ. അവിടെ മറ്റൊന്നും പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങിയില്ല. അവിടെ അത്ഭുതങ്ങൾ തുടങ്ങാൻ തുടങ്ങി, അവിടെ വീര്യപ്രവർത്തികൾ തുടങ്ങാൻ തുടങ്ങി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് പോയിട്ട് അവിടെ 5-ാം വാക്യമാണ് തോന്നുന്നു. ഹല്ലേലൂയ. ശമരിയയിൽ പോയി ഫിലിപ്പോസ് ഹല്ലേലൂയ വചനഘോഷണം നടത്തുകയാണ്. ജീസസ്. ഹല്ലേലൂയ. Yes. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസോട് എന്താ ചെയ്തത്? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഒരു പട്ടണത്തിൽ ചെന്ന് അവിടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചേ? ഉയർത്തപ്പെട്ടു. നിങ്ങൾ വിശ്വസിച്ച നസ്രയനായ യേശു മരണം കൊണ്ട് തീർന്നില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സാധാ ജീവിക്കുന്നു. അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. അവൻ ശാന്തി തരുന്ന ദൈവമാണ്. അവൻ അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ വാസ്തവമായി പ്രസംഗിച്ചപ്പോൾ അശുദ്ധാത്മാക്കൾ വിട്ടുപോകാൻ തുടങ്ങി, അന്യശക്തികൾ വിട്ടുപോകാൻ തുടങ്ങി, അത്ഭുതങ്ങൾ അടയാളങ്ങൾ തുടങ്ങി. നമ്മുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനങ്ങളായി മാറുവാൻ ആമേൻ ഞാനല്ല ഉയരേണ്ടത്, ക്രിസ്തുവാണ് ഉയരേണ്ടത് എന്ന് വിശ്വസിക്കുക. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ തന്റെ നടപ്പിൽ എപ്പോഴും ക്രിസ്തുവിനെയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിന്നു പോയിട്ടില്ല. ആമേൻ. വീര്യപ്രവർത്തികൾ നിന്നു പോയിട്ടില്ല. രോഗസൗഖ്യം നിന്നു പോയിട്ടില്ല. ആത്മാക്കളുടെ വിടുതൽ നടന്നു പോയിട്ടില്ല. നാം ഉണർന്നാൽ മതി. നാം ഉണർന്നാൽ മതി. നാം ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരു ചൂടടയാളം നെഞ്ചത്ത് കയറിയാൽ ഇന്ന് പൽക്കാലം ഉറക്കമില്ലായ്മകളെ ഉറക്കത്തെ മാറ്റിവെച്ച് മെറ്റീരിയലിസ്റ്റിന് വേണ്ടി അല്ല കർത്താവിനെ കാണേണ്ടത്. എന്നാൽ കർത്താവ് മെറ്റീരിയലിസ്റ്റ് തരും, പക്ഷേ വിടുവിക്കുന്ന യേശുവിനെ ലോകത്തിന് പ്രസന്റ് ചെയ്യുക. ജീസസ്. ഹല്ലേലൂയ. ലോകത്തിന് പ്രസന്റ് ചെയ്യാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസന്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ചരിത്രം മാറും.
നീ അഴിക്കുന്നതെല്ലാം അഴിയും, നീ കെട്ടുന്നതെല്ലാം കെട്ടും. എന്നിട്ട് യേശു പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ മരണം നടക്കുന്നവരെ ശിഷ്യന്മാരെ നിങ്ങൾ ഇത് പ്രസ്താവിക്കരുത്. ഇത് പ്രസ്താവിക്കാൻ ഒരു സമയം വരും. എപ്പോൾ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ എവിടെയൊക്കെ കുടുങ്ങിക്കിടന്ന് ദൈവിക ദൗത്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ആമേൻ മയങ്ങിക്കിടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഉണരുക, 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 ഉണരുക. നീ മരിച്ചവരിൽ എഴുന്നേൽക്കുക. ആമേൻ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ആമേൻ ദൈവ മഹത്വത്തിന് വേണ്ടി എഴുന്നേൽക്കുക. ക്രിസ്തുവിന്റെ പാത്രമായി തീരുക. ക്രിസ്തുവിന്റെ പാത്രമായി തീരുക. നീ ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ എന്റെ അപ്പൻ നിന്റെ ഉള്ളിലുണ്ട്. അപ്പൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൻ ഇഷ്ടം യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ, ആമേൻ, ആരെന്നെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഞാൻ അവരോട് കൂടെ നിൽക്കും. അല്ലേ? എൻ്റെ അപ്പൻ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, യു ആർ ലക്കി, I am going to with you. Hallelujah. 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 ശിമോൻ പത്രോസേ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തത്, സ്വർഗ്ഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തത്. ഇത് സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിന്ന് ഞാനൊരു അഭിഷേകം നിന്റെ മേൽ പകരപ്പെടും. അന്ന് നീ ഹല്ലേലൂയ ആള് മാറിയവനായി നീ 3000 നടുവിൽ എഴുന്നേറ്റ് നിൽക്കും. നിന്റെ ഒറ്റ പ്രസംഗത്തിനകത്ത് അവൻ ജനത്തിന്റെ കൂട്ടം ഒഴുക്കുണ്ടാകും. അവൻ ഇത് സാധാരണ സംഭവമല്ല പത്രോസേ. ജീസസ്. ഹല്ലേലൂയ. 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 ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് നാം ഓടുന്നുണ്ടോ? നമ്മൾ ഓടുന്നുണ്ടോ? ഇതാ നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. പൗലോസിൻ്റെ മുമ്പിൽ മാത്രമല്ല, എൻ്റെ നിൻ്റെ മുമ്പിലുണ്ട്. എതിരാളികളുണ്ട്, സാഹചര്യങ്ങളുടെ എതിരാളികളുണ്ട്. പക്ഷേ അതിനെ വകവെക്കാതെ യേശുവിന് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ വാതിലിന് മുമ്പിൽ ആമേൻ ഓടാൻ തയ്യാറായാൽ, യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, യേശുവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയാൽ, വെളിപ്പാടുകളുടെ ആഴങ്ങളിലേക്ക് നീ കയറിപ്പോകാൻ ഇടയാകും. ആമേൻ, നിന്റെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കാൻ തുടങ്ങും. നിന്റെ ചിന്തകൾ മാറാൻ തുടങ്ങും. ആമേൻ, നിന്റെ ദർശനങ്ങൾ മാറാൻ തുടങ്ങും. നിന്റെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും. നിന്റെ ആവശ്യങ്ങൾ മാറാൻ തുടങ്ങും. നിന്റെ പ്രതിസന്ധികൾ മാറാൻ തുടങ്ങും. നിന്റെ പ്രയാസങ്ങൾ മാറാൻ തുടങ്ങും. നിന്റെ രോഗങ്ങൾ മാറാൻ തുടങ്ങും. നിന്റെ അവസ്ഥ മാറാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. 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 ഞാൻ എൻ്റെ ചർച്ചിന് നിന്റെ മേൽ പണിയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൗത്യത്തിന് വേണ്ടി ഇത് പൽക്കാലം നമുക്ക് ഒരുങ്ങാം. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരാം. എൻ്റെ മെസ്സേജുകൾ കൺകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ആമേൻ. 1-18 അതിൻ്റെ കീവേഡ്. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തർസീസിലെ സഭയ്ക്കൊരു ദൂത് എഴുതുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് 7 സഭകളോട് ദൂത് പറയുന്നതിന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10 വരെ 9 വരെ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ എടുത്തു നോക്കിയാൽ, ആമേൻ, ഈ അധ്യായങ്ങളുടെ മൊത്തം ഒരു ഇൻട്രഡക്ഷൻ പോലെയാണ് കൊടുത്തു വരുന്നത്. താനായിരുന്ന സാഹചര്യങ്ങളും ആമേൻ എന്താണ് തൻ്റെ ലൈഫിനകത്ത് ഉണ്ടായതുമാണ് യോഹന്നാൻ വിശദീകരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ഒരു കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ തനിക്കുണ്ടായ ദൈവിക ഇടപെടലാണ് ആമേൻ യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ 1-2 സഭകളെ കുറിച്ച് ഇന്നലെ ഞാൻ ലേഡീസ് മിനിസ്ട്രി സൂക്ഷിച്ചെങ്കിൽ എന്ന് പറയട്ടെ, ആമേൻ എഫേസ് സഭയെ കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. ഇന്ന് പൽക്കാലം എവിടെയൊക്കെ ഒരു കുറവ്, കിട്ടിയത് പോരാ, ദൈവം എന്തോ എന്നോട് ചെയ്തു, എന്തിനു പ്രാർത്ഥനയ്ക്ക് പോകണം, എന്തോ നേടും, ഫെലോഷിപ്പ് എന്തിന്, ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ ചിന്താഗതികളോട് ഇരിക്കുന്നെങ്കിൽ പാപത്തിൻ്റെ ശാപത്തിൽ നിന്ന് നിന്നെ വിടിവിച്ച ദൈവത്തിൻ്റെ തീ നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്നും എന്ത് കിട്ടി എന്ന് പറഞ്ഞ് ആമ ചിന്താഗതികൾ മാറിയിരിക്കുന്നത്. ഇതുപോലെ പാപത്തിൻ്റെ ഗന്ധകം നരകമാണ്. അതിൻ്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടി എന്ന് ചോദിച്ച് ദൈവസന്നിധി വരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാന്റെ സുവിശേഷം, ലേഖനം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ
ഒരു മിനിറ്റ്. ഹല്ലേലൂയ. തർശീസിലെ സഭയോട് പറയാം, നിനക്ക് ജീവൻ എന്നുള്ള പേരുണ്ട്, പക്ഷേ ഹല്ലേലൂയ എന്താ, നീ മരിച്ചവനാ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവൻ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നുവരെ ജീവിക്കും? നിത്യതയിലെത്തുന്നവരെ. അവൻ ഉണർന്നുകൊണ്ടേയിരിക്കും, അവൻ ഉറങ്ങിക്കിടക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നീ മരിച്ചവിടെ നിന്ന് എഴുന്നേക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ഉണർന്നുകൊണ്ടേയിരിക്കും. ആമേൻ, ആമേൻ. ഉറക്കം നടിച്ച് കിടക്കരുതേ, കിടക്കാൻ സുഖമാ. ഇവിടെ വചനം വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. കുഞ്ഞേ, ആരും നമ്മുടെ പ്രവൃത്തി കാണുന്നില്ലെന്ന് വിചാരിച്ചാലും ഒരു ദൈവം നമ്മുടെ പ്രവൃത്തി കാണുന്നുണ്ട്. ഇവിടെ വചനം വിളിച്ചു പറയാണ്, ഹല്ലേലൂയ, നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക. നീ എവിടെയൊക്കെയോ മരിച്ചിട്ടുണ്ട്, നിന്നിൽ എവിടെയൊക്കെയോ ആത്മീക മരണം നടന്നിട്ടുണ്ട്. എപ്പോഴൊക്കെയാ മരണം സംഭവിക്കുന്നത്? ഒന്ന് നമ്മുടെ 1 കൊരിന്ത്യർ 11 അധ്യായത്തിനകത്ത് കർത്തൃമേശയുടെ സമയത്ത് നമ്മളോട് പറയുന്നുണ്ട്, ആമേൻ, വിശുദ്ധിയില്ലാതെ ഈ അപ്പം ഭക്ഷിച്ചാൽ പലരും നിദ്ര കൊള്ളും. അത് ആത്മീക മരണത്തെയും ഭൗതിക മരണത്തെയും എടുത്തു കാണിക്കുന്നു. ആമേൻ. വിശുദ്ധിയിൽ നിൽക്കേണ്ടവൻ വിശുദ്ധിയോട് വേണം കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ആമേൻ, നീ ജീവനുള്ളത്. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുണ്ടെന്ന് നിനക്ക് പേര് പറഞ്ഞു, ഞാൻ ബോൺ അഗൈൻ ആണെന്ന് പറഞ്ഞു പേര് പറഞ്ഞ് നടക്കുക. പക്ഷെ നിനക്ക് എവിടെയൊക്കെയോ മരണം സംഭവിച്ചിട്ടുണ്ട്. സഭയെ, നിന്നെ അലസത വീണിട്ടുണ്ടെങ്കിൽ, നിന്നെ മടുപ്പ് വീണിട്ടുണ്ടെങ്കിൽ, നിന്നെ മരണത്തിന്റെ മാസന എവിടെയൊക്കെ അടിക്കുന്നുണ്ടെന്ന് സഭയോടും എന്നെ കേൾക്കുന്ന ദൈവജനത്തോടും ഞാൻ പറയട്ടെ. മരണത്തെ നീ അനുവദിക്കരുത്. നീ ചാവാറായ നിന്റെ ശേഷിപ്പുകളെ, എവിടെയൊക്കെ ഒരു ശേഷിപ്പുണ്ട്, അത് ഉണർത്തുക, ഉണർത്തുക, ഉണർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കാണുന്നില്ല. ഹല്ലേലൂയ. ഒന്ന് ശോധന ചെയ്യാൻ നമുക്ക് എടുത്തേൽപ്പിച്ചു കൊടുക്കാം. നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ സകലതും ക്ലീനാണ്, മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. നമ്മുടെ ചിന്തകളെയും. ആമേൻ. അതിൻ്റെ 2:23 ഒന്ന് വായിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ചിന്തകൾക്കിടെ ഉൾഭൂവങ്ങളെയും ഹൃദയങ്ങളെയും ആരായുന്നവരെന്ന് സകല സഭയും അറിയുമെന്ന്. ഉള്ളിൻ്റെ ഉള്ളിലൊരു മടുപ്പിൻ്റെ സ്പിരിറ്റ് വീണിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ കർത്താവിന് അറിയാൻ പറ്റും. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, ഏൽപ്പിച്ചു കൊടുക്കുക. അടി വീഴാൻ എളുപ്പമാ, ബാലശിക്ഷ വീഴാൻ എളുപ്പമാ. വീണ് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ദയാലുവാ. പക്ഷേ വീഴുന്നതിനെക്കാട്ട് മുമ്പിൽ അവൻ്റെ മുമ്പിൽ താഴുന്നതാണ് നല്ലത്, ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്ന മറ്റൊരു വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വചനം പറയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, എന്ന് എൻ്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ള ആകിയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ? നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. മരണം ആരുടെ മേൽ വരുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുപ്പൻ്റെ വരവും ഏത് നിമിഷമാണെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. കാലങ്ങൾ, സംഭവങ്ങൾ നമ്മളിതൊക്കെ കാണുമ്പോൾ അതൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട് കർത്താവിൻ്റെ വരവാണെന്ന്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക്, എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെല്ലാം ആവശ്യങ്ങളുടെ മുഖത്തും ജോലി തിരക്കിൻ്റെ ഇടയ്ക്കും ഓടുകയാണ്. പക്ഷെ വേറിട്ട് പ്രാണപ്രിയനുമായിട്ടിരിക്കാൻ സമയം കണ്ടെത്തണമേ, ദൗത്യത്തിലേക്ക് തിരിയണമേ, ശക്തി പ്രാപിപ്പാൻ റെഡിയാകണമേ. ആമേൻ. യേശു എന്നെ ക്രിസ്തു എന്ന് പ്രസന്റ് ചെയ്യാൻ ലോകത്തിന് മുമ്പിൽ തയ്യാറാകണമേ. ആ ദൗത്യം നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് കർത്താവിൻ്റെ മുമ്പ് ചെല്ലുമ്പോൾ നമുക്കൊന്നും നമ്മുടെ കിരീടത്തിനകത്ത് കാണത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, ഇവിടെ വചനത്തിനകത്ത് പറയാം, നീ ഉണരാതെ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക നിന്റെ മേൽ വരുമെന്ന് നിനക്ക് അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ലൈഫിൽ എപ്പോഴാണ് എൻ്റെ യേശു വരുന്നതെന്ന്?
ജീസസ്. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അടുത്ത വചനം കൂടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയാണ്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ എനിക്ക് തർശീസിലുണ്ട്. അവർ ഹല്ലേലൂയ, ഹല്ലേലൂയ, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ചില പേർ എനിക്ക് തർശീസിലുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കും. ആമേൻ. ദൈവത്തിൻ്റെ പൈതലെ, അടുത്ത വചനം എന്നെ ഇന്നലെ രാപാൽക്കാലം ഒത്തിരി പരിശുദ്ധാത്മാവെന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ജയിക്കുന്നവൻ എൻ്റെ കൂടെ വെള്ള ഉടുപ്പ് ധരിച്ച് ജയിക്കും. അവൻ്റെ പേര് ഹല്ലേലൂയ ഞാൻ ജീവ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റു പറയും. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പിതാവ് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മീഡിയേറ്റർ ആയിട്ടിരിക്കുന്ന കർത്താവ് പറയണം, ആമേൻ, ഇവൻ എൻ്റെ പുത്രനാ, ഇവൻ എൻ്റെ പുത്രിയാ, ഇവൻ എൻ്റെ വെള്ളയുടുപ്പ് ധരിച്ചതാണ്, ഇവൻ ജയിച്ചു വന്നവളാണ്, ഇവൻ ജയിച്ചു വന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പിതാവിനോട് പറയും, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയരുതെന്ന്. മായ്ച്ചു കളയാനും ഈ അപ്പൻ അധികാരമുണ്ട്. ജീസസ്. ഹല്ലേലൂയ. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. എവിടെ? നിത്യതയിൽ. ഹല്ലേലൂയ. അതുവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു പ്രയാണ യാത്രയ്ക്കകത്ത് ഒത്തിരി സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അവിടെ ദൈവം നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ നീ മാനസാന്തരപ്പെടണം. ആമേൻ. ഉണരണം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത അതിന്റെ 8-ാം വാക്യം വായിച്ചിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഓ ശബരബലബലരബ. ഹല്ലേലൂയ. ജീസസ്. എല്ലാ ദൈവമൊക്കെ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. വചനം പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇന്ന് പാൽക്കാലം സമൂഹത്തെ ഉപേക്ഷിയായി വിചാരിക്കാതെ, സാഹചര്യങ്ങളെ ഉപേക്ഷിയായി വിചാരിക്കാതെ, പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിയായി വിചാരിക്കാതെ, ദൈവവചനത്തെ ഉപേക്ഷിയായി വിചാരിക്കാതെ, ആമേൻ, ഈ കേൾവികളൊന്നും ഉപേക്ഷിയായി വിചാരിക്കാതെ, ആമേൻ, സമയമില്ലാത്തതുപോലെ ഉണ്ടതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറി നിൽക്കുവല്ല ദൈവമക്കളെ. ആമേൻ. ഞങ്ങളോടും ആമേൻ ഞങ്ങൾ ഒരുമിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ നാമം നിഷേധിക്കാത്തത് കൊണ്ട്, നീ എൻ്റെ വചനം കാത്തത് കൊണ്ട്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് പൽക്കാലം തുറക്കപ്പെട്ടവാനും അടയ്ക്കപ്പെടുവാനും അധികാരമുള്ള കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ താണു കൊടുക്കട്ടെ, ഏൽപ്പിച്ചു കൊടുക്കട്ടെ. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആകിയാൽ ദൈവത്തിന്റെ മക്കളെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ എൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. എതിരാളികളുണ്ട്, പക്ഷെ ഞാൻ അതിനെ ജയിക്കും. എതിരാളികൾ എനിക്ക് സുവിശേഷ വേലയ്ക്ക് ഒരു തടസ്സമല്ല. ഹല്ലേലൂയ. എന്നെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിലിനകത്ത് ആമേൻ അപ്പൻ അടയ്ക്കാതെ പോകേണ്ടതിന് I will maintain the communication with God. ഇന്ന് പൽക്കാലം എത്ര പേർ അങ്ങനെ തിരിയാൻ തയ്യാറാകുന്നുണ്ട്? എന്റെ മുമ്പിൽ തുറന്നപ്പെട്ട വാതിൽ അടയാതിരിക്കേണ്ടതിന് ശത്രുവിനെ ജയിക്കാൻ പറ്റത്തില്ല, പാതാള ഗോപുരത്തിന് ജയിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തില് ഒരു ദുഷ്ടശക്തിക്കും അതിനെ ജയിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം എന്റെ വശത്തുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകൾ അടയാതിരിക്കത്തക്ക രീതിയിൽ അപ്പായെ എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്റെ യേശു ഉയർത്തതിനാല്, എന്റെ യേശു ഉയർത്തതിനാല് മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, കാൽവറി കൽക്കുന്നിൽ മരിച്ചത്, ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലിന്റെ സാക്ഷ്യമായി ആമേൻ ഓടുവാൻ ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ. ഈ ആരാധനയ്ക്കകത്തൊരു സൈന്യം എഴുന്നേൽക്കട്ടെ. ഒരു ദൈവ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുവാൻ ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ വെള്ളയുടുപ്പ് ധരിച്ച് അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ
ജയിച്ചവരായി നിൽക്കുവാൻ, ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്ത് വിശ്വസ്തനും നല്ലവനും വിശ്വസ്തനും ദാസനെ ദാസിയെ എന്നുള്ള വിളി കേൾക്കാൻ സഭയായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ അടിയന്റെ മേലും ദൈവമേ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ഓട്ടക്കളത്തിൽ ഞങ്ങളുടെ കാലുകൾ കുഴയാതെ ഓടാൻ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. മഹത്വം ഞങ്ങളുടെ മേൽ ചരിച്ചുകൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.